ഇതൊരു വെയിറ്റ് ലോസ് റിസൾട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്തി വെക്കണം ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഡേറ്റ്സ് എല്ലാം കുതിർന്നിട്ട് ഇനി ഡേറ്റ്സും ബദാമും കടയും ബദാം, പിന്നെ കുറച്ച് പാല്, ഇത് അരയാനുള്ള പാല് ഇവിടെ അരച്ച് കൊണ്ടുവരട്ടെ. ഡേറ്റ്സും ബദാമും അരച്ചുകൊണ്ട് വന്നേ. അപ്പോൾ അത് പാലും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചത് ഇതേപോലെ അരച്ചു കൊണ്ടുവന്നു. ഇനി ഇതിൻ്റെ അകത്തോട്ട് കൊക്കോ പൗഡറാണ് ചേർക്കേണ്ടത്. കൊക്കോ പൗഡറും ഏലക്ക പൗഡറും കൂടി ഇത് ഇളക്കി ഉരുട്ടിയെടുക്കണം. കിട്ടും. ഇത് മിക്സ് ചെയ്ത് ഇനി ഇത് ഉരുട്ടിയിട്ട് 1 മിനിറ്റ് ബേക്ക് ചെയ്യണം. ഒന്ന് ചെറുതായിട്ട് റൗണ്ട് ചെയ്തിട്ട് ചെറിയൊരു വട്ടം, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ രീതി ഇത് 2 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചാൽ മതി. ബേക്ക് ചെയ്തുകൊണ്ട് വന്നേ. അപ്പം അത് ഇനി അത് കുറച്ചുകൂടി ഒരു ഭംഗിയാക്കാനും ഇച്ചിരി ടേസ്റ്റ് കൂട്ടാനുമായിട്ട് ഇതിൻ്റെ മേളിലൊരു മിൽക്ക് ചോക്ലേറ്റാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ്. ഇത് എല്ലാ ഡെക്കറേഷനും എല്ലാം കഴിഞ്ഞു. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഇനി ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കാം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, പാകത്തിന് മധുരം. ഇത് ഹെൽത്തി ആയതുകൊണ്ട് അധികം മധുരമൊന്നുമില്ല. ആ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പിന്നെ ഉള്ള ഡേറ്റ്സിൻ്റെ മാത്രം മധുരമേ ഉള്ളൂ. അടിപൊളി സ്നാക്സാണ് ഇത്, ഡെസേർട്ടാണ്.